ഇപ്പൊ ഞങ്ങളുള്ളത് നമ്മുടെ ഓൾ ക്ലീവ്ലൻഡ് ലൈറ്റ് ഹൗസിൽ. അതാണ് എന്റെ പുറകെ കാണുന്ന ലൈറ്റ് ഹൗസ്. ഇവിടെ ഇപ്പം ലോ ടൈഡാ, അതുകൊണ്ട് നമുക്ക് ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പറ്റുന്ന. ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഒരു 4-5 അടി പൊക്കത്തിലും വെള്ളം ഉള്ളതാണ്. ഈ ഭാഗമെല്ലാം വെള്ളത്തിൽ കൂടി കിടക്കുന്നത്. ഇതാണ് ഇവിടുത്തെ ലൈറ്റ് ഹൗസ് കേട്ടോ. വളരെ ചെറിയൊരു ലൈറ്റ് ഹൗസ് ആണ്, പക്ഷെ ഒരു പുരാവസ്തുവായിട്ട് ഇവിടെ സൂക്ഷിച്ചിരിക്കുക. ഇവിടെ ഇഷ്ടംപോലെ നടപ്പാതകളും കാർ പാർക്കും ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. സൂര്യാസ്തമയമൊക്കെ കാണാൻ പറ്റിയ സ്ഥലമാണ്. കാരണം ഇത് കടലിലോട്ട് ഇങ്ങനെ ഒത്തിരി ഇറങ്ങിക്കിടക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് ഇരിക്കാനുള്ള ബെഞ്ചുകളും ഇഷ്ടംപോലെ കണ്ടൽ ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ കണ്ടൽ ചെടി വെള്ളത്തിനകത്ത് നിൽക്കുന്ന ഒരു കണ്ടൽ ചെടിയാണ്. ഒരു ദിവസം ഒരു 10 മണിക്കൂറേലും മിനിമം. പക്ഷെ എന്നിട്ട് നോക്കിയാൽ നല്ല പച്ചപ്പുമായിട്ട് ഒരു കുഴപ്പമില്ലാതെ നിൽപ്പുണ്ട്. ഇത് ഞങ്ങൾ ആ കടലിൽ നിന്ന് ഇറങ്ങിയിട്ട് മുകളിലോട്ടുള്ളൊരു കാഴ്ചയാട്ടോ. ഇത് ഇഷ്ടംപോലെ കണ്ടൽ ചെടികൾ ഇവിടെ വേറെ ഉണ്ട്. ഇത് ഇതുപോലെ കടലിലോട്ട് ഒത്തിരി ഇറങ്ങി നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് നമുക്ക് 3 വശത്തോടുള്ള വ്യൂവും കിട്ടും. കാർ പാർക്കൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അതുപോലെ പിള്ളേർക്കൊക്കെ കളിക്കാനുള്ള സ്ഥലങ്ങളും എല്ലാം ഉണ്ട് ഇവിടെ. നല്ല ഒരു സായാഹ്നം ചിലവഴിക്കാൻ പറ്റിയൊരു സ്ഥലം. അതുപോലെ തന്നെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ഇപ്പോൾ ഹൈറ്റൈഡ് ആയി കഴിയുമ്പോൾ ഇവിടെ നിന്ന് കടലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ആ സൈഡിൽ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു സ്ഥലവും കൂടി ആവട്ടോ ഇത്. അതുപോലെ പിള്ളേർക്ക് കളിക്കാനും ഇതാണ്. നല്ല നല്ല പുൽപ്പുറങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ക്രിസ്മസിന് ഒരു സ്റ്റാറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ. അതുപോലെ നല്ല ചെടികളൊക്കെ നോക്കി എന്നാ ഭംഗിയായിട്ടാണ് നിർത്തിയിരിക്കുന്നത് നോക്കി. അതുകൊണ്ട് വേരൊക്കെ ഇറങ്ങി വരുന്നുണ്ടോ ഉണ്ടോ. ഇതൊക്കെ എൻ്റെ സൺസെറ്റ് കാണാൻ വേണ്ടി ഇരിക്കുന്ന ആൾക്കാരാണ്. പയ്യെ സൂര്യൻ അസ്തമിച്ച് പോവുക. അപ്പോൾ ഞങ്ങൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് നല്ല അടിപൊളി ഒരു സായാഹ്നം അവിടെ ചിലവിട്ടു.